ഓ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ മേശപ്പുറത്ത് കാണുന്ന എന്തൊക്കെയാണെന്ന്. ഇപ്പം പറഞ്ഞുതരാവേ, കേട്ടോളൂ. അതായത് ഇവിടെ നോർവേയിൽ ഒരു ടൂറിസ്റ്റ് ഫോറൈനിങ് ഉണ്ട്. അതായത് ടൂറിസ്റ്റ് ഫോറൈനിങ് എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് അസോസിയേഷനാണത്. അപ്പോൾ അതിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെയാണ് അവരതിൽ കാശ് പല കാര്യങ്ങളും ചെയ്യുന്നത് ആ കാശ് കൊണ്ട്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഫോറൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഹിട്ടുണ്ട്, അതായത് ക്യാബിനുണ്ട്. അത് പല മലമുകളിലായിരിക്കും, ഇല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ, ഫിയോഡിൻ്റെ സൈഡുകളിൽ, മലയുടെ സൈഡുകളിൽ, മലകളിൽ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ക്യാബിനിൽ നിന്നും മറ്റൊരു ക്യാബിനിലേക്ക് ഇങ്ങനെ നടക്കാം, അതായത് ഇങ്ങനെ യാത്ര പോകും. അതിവിടെ ഒരു പതിവാണ്, പലരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആണ് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അതായത് 3 ദിവസത്തെ പരിപാടി ഞങ്ങളുടെ, ഇന്ന് പോയിരുന്ന സൺഡേ വരെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്യാബിനിൽ നിന്ന് മറ്റൊരു ക്യാബിനിലേക്ക് ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ നടക്കണം. അത് മലമുകളിൽ കൂടിയാകാം, കാട്ടിൽ കൂടിയാകാം, എതിലെ കൂടിയാണെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം സാധനങ്ങൾ കുറയ്ക്കുക ബാഗിൽ. കാരണം ഇത് വെയിറ്റ് എല്ലാം തൂക്കിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കുക. അതുപോലെ ഫുഡാണെങ്കിൽ 3 ദിവസത്തെ ഫുഡ്, അവിടെ ഈ ക്യാബിനിൽ കറണ്ടൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ 3 ദിവസത്തെ ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഡ്രൈ ഫുഡായിരിക്കും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം മാത്രം, കാരണം ഗ്യാസ് ചിലപ്പോൾ കാണും അവിടെ വെള്ളം തിളപ്പിക്കാൻ. അപ്പോൾ ഈ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഫുഡ് കഴിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇത് നമ്മൾ കിടക്കുമ്പോൾ പുതയ്ക്കാനുള്ളതാണത്. പിന്നെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് 3 ദിവസത്തേക്ക്, കാരണം അധികം ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഒരു റെയിൻ കോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കണ്ടോ, അത് അത്യാവശ്യമാണ് നമുക്ക്, കാരണം നാളെ ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം മഴയത്തൂടിയൊക്കെ നടക്കുമ്പോൾ റെയിൻ കോട്ട് ആവശ്യമാണ്. പിന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണെന്നോ, അത് ആകുമ്പോൾ നമുക്ക് കുറച്ച് എനർജി കിട്ടും കഴിക്കുമ്പോൾ, കാരണം ഇത്രയും മണിക്കൂറുകൾ നടക്കാനുള്ളതാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും സാറ്റർഡേ സൺഡേ ഈ 2 ദിവസത്തേക്കെങ്കിലും ഒരു ദിവസം കുറേ സ്റ്റെപ്സ് കയറുന്നുണ്ട്. അത് 4444 സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ഇടും, നിങ്ങളതുകൊണ്ട് ഇത് വാച്ച് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, അത്ര ഞാൻ പറയും. പിന്നെ സൺക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് കണ്ടോ, ഇത് നമ്മൾ മോസ്കിറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ ആണ്. അതുപോലെ പവർ ബാങ്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ കോഫി എടുത്തിട്ടുണ്ട്, കാരണം വെള്ളം തിളപ്പിച്ച് കോഫി പൗഡർ ഇട്ടാൽ മതിയല്ലോ. ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് എൻ്റെ മോൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന. അതായത് നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോഴത്തേക്കും അധികം വെള്ളമൊന്നും ചുവന്നിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ഹെവി ആയിരിക്കും. ഇത്രയും നടക്കാൻ വെച്ചാൽ ഞാൻ പറയാം മലമുകളിൽ കൂടിയൊക്കെ ആയിരിക്കും നടക്കുന്നത്, അപ്പോൾ ഭയങ്കര ടഫായിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ഡേർട്ടി വാട്ടർ ആണെങ്കിലും നമ്മൾ ഇതുകൊണ്ട് എടുത്തിട്ട് കുടിക്കുവാണെങ്കിൽ, അത് പ്യൂരിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനതിന് സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. പിന്നെ എനർജി ബാർ ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, കാരണം അതൊക്കെ നമുക്ക് എനർജി കിട്ടുന്നതാണ്. കാരണം നടക്കുന്ന പഠിക്കാൻ നമുക്ക് ഒത്തിരി വിശപ്പ് തോന്നുന്ന ഇതൊരെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വൂളിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ മല ഒത്തിരി ഹൈ ലെവലിലൊക്കെ ആണെങ്കിൽ തണുപ്പുണ്ടാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ കുളിക്കുക, ഇന്നും നാളെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പുറത്ത് നേച്ചറിലായിരിക്കും കുളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബിക്കിനി, അതായത് സ്വിമ്മിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കാണുന്നില്ല, ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഒരു ബോക്സ് മതി. അതായത് ഇത് നമ്മുടെ ഇവിടെ ഹാബ്ര എന്ന് പറയും. ഹാബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്സാണ്. അപ്പോൾ ഈ ഓട്സ് നമുക്കിങ്ങനെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളം മാത്രം തിളപ്പിച്ചൊഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചെന്നാൽ ഇതിനകത്ത് ഷുഗറുണ്ട്, എല്ലാ സംഭവങ്ങളും ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പോർജായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഡ്രസ്സ്, അതായത് വൈകിട്ടൊന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാത്രം ഇത്. പിന്നെ ഒരു പെയർ ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് കൂടിലാക്കി വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നതും പിന്നെ ഒരു പെയർ ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കയ്യിൽ. അതിൽ കൂടുതൽ നമ്മൾ എടുക്കുന്നില്ല, കാരണം നമുക്ക് ചുവന്നിട്ട് പോകാൻ പാടായിരിക്കും, അതുകൊണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മെയിൻ ഫുഡ്. ഇത് ഇത്രയും സംഭവമുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണം അത് എടുത്തിട്ടുണ്ട്, 3 ദിവസത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടിക്കുന്നു,
കുറച്ച് ഭാഗം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും, അതായത് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിക്കും. ഈ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് അത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡിയായി. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരെണ്ണം ടിക്ക മസാലയാണ്, നമ്മുടെ ഇന്ത്യൻ, പിന്നെ 2 ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ ഫുഡ്. അത് 3 പാക്കറ്റ് ഉണ്ടാകും. അത് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല, അത് ഡ്രൈ സംഭവങ്ങളാണ്. അതിൽ ഇറച്ചി എല്ലാം ഉണ്ട്, പക്ഷേ അത് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഒന്നും തോന്നില്ല. പിന്നെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. അത് പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് 7-8 മണിക്കൂറൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ വെള്ളം ഒത്തിരി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് വെള്ളം നമ്മൾ ഇങ്ങനെ ഉറവയിൽ നിന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതൊക്കെ ആയിരിക്കും നമ്മൾ കുടിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ എപ്പോഴും ഇങ്ങനെ ഉറവയും വെള്ളം ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ മലമുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. പിന്നെ ഞാൻ നിങ്ങൾ ആദ്യം കാണിച്ചു തന്നതുപോലെ ഈ സംഭവം കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട, അത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കുടിക്കാൻ പറ്റും വെള്ളം. പിന്നെ അവൻ്റെ സൺക്രീമുണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട് ഇവിടെ. പിന്നെ മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്നല്ല, മറന്നു പോകാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്, വൈൻ ഗ്ലാസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇത്തിരി വൈനൊക്കെ കയ്യിൽ കൊണ്ടുപോകും. അപ്പോൾ രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഇത്തിരി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇത് സംഭവം എടുത്തിട്ടുണ്ട്, കാരണം ഇതാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല നമ്മുടെ ഓട്സിൻ്റെ സംഭവം. അത് ഇതിനകത്ത് ഇട്ടിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കുറച്ചൊരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പോർജായി തീരും. അപ്പോൾ ഇതാണ് ഇപ്പം ഞങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്ന എൻ്റെ സംഭവങ്ങളെല്ലാം. അതായത് 3 ദിവസത്തെ പരിപാടിക്കാണ് ഈ പോകുന്നത്, അതിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, അധികം ഫുഡും സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ 3 പേരാണ് ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വിവരണങ്ങളും വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളിതെല്ലാം വാച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.